രാജു പി നായർ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പുസ്തകത്തിലേതായി പറയുന്ന ഭാഗങ്ങൾ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നാളെ പാലക്കാടെത്തി അവിടെ പ്രചാരണം സരിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വരുന്നു ഇപിക്ക് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും സരിനെ പറ്റി നല്ല വാക്കുകളാകും ഇപിയിൽ നിന്ന് വരിക. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ ബഹുമാനായിട്ടുള്ള ഇടത് നിരക്ഷരൻ, ഞാനത് മനഃപൂർവ്വം തന്നെയാണ് ഇടത് നിരക്ഷരൻ, കാരണം ഇടതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ വായനാശീലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായി. ബഹുമാനപ്പെട്ട നിരക്ഷരൻ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞും പഠിച്ചിട്ടും വേണം വരാൻ. സ്വന്തം പാർട്ടിയുടെ എന്തായാലും പ്രോക്സി അല്ലല്ലോ, ഇത് CPM തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അല്ലാണ്ട് നിരീക്ഷിക്കാൻ വന്ന ആളല്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്താണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് പോലും അപ്ഡേറ്റഡ് അല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്. പിന്നെ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളൊന്ന് CPM-കാരോട് പറയണം, വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാറ്റണം. കാരണം വായനാശീലത്തിൻ്റെ ഗുണം കാണുന്നത് പീഡനങ്ങളാണ് നിരന്തരമായിട്ട്. സ്ഥലത്തും ആൾക്കാരെ പീഡിപ്പിച്ച് വീട്ടമ്മമാരെയും ഒക്കെ പീഡിപ്പിക്കുന്ന CPM-കാരെ കാണുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നിരക്ഷരൻ പോയിട്ട് CPM വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാറ്റണം എന്നൊന്ന് പറയണം. രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരക്ഷരൻ പറയുകയാണ് ഓട്ടോബയോഗ്രഫിയാണോ ബയോഗ്രഫിയാണോ എന്നറിയില്ല. ആരാണ് ഓട്ടോബയോഗ്രഫി? സ്വയം എഴുതുന്ന ആത്മകഥ അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് വിഷയം വേണ്ട. സ്വയം അത് നക്ഷത്രം പറയുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. സ്വയം എഴുതുന്ന ആത്മകഥ എന്താ അത്? അതാണ് ഓട്ടോബയോഗ്രഫി. എന്താ EP ജയരാജൻ പറഞ്ഞത്? ഞാൻ ഇങ്ങനൊരു പുസ്തകം എൻ്റേതല്ല, ഇത് എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നല്ലേ സ്മൃതി രാവിലെ മുതൽ ഉണ്ടായിരുന്ന വാർത്ത? ഇപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? മറ്റൊരു ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തതിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉണ്ട്. അപ്പോൾ സ്വയം എഴുതിയാന്ന് EP ജയരാജൻ സമ്മതിച്ചു എന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറയുക. എന്നിട്ട് പറയണത് ഓട്ടോബയോഗ്രഫി അല്ലാന്ന്. എന്താണ് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? സ്വയമെങ്കിലും ബോധ്യം വേണ്ടേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ? അങ്ങനെ സ്വയം എഴുതിയ സ്ഥാനത്തിൽ ഓട്ടോ ഡീഷൻ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട ചേക്കുട്ടി ഇവിടെ മുത്തായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഈ DC ബുക്സ് ഇന്ന് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യായിരുന്നു. പബ്ലിഷ് ചെയ്യണമെങ്കിൽ പുസ്തകം അടിച്ചു വെച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ പുസ്തകം അടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ എഴുതിയതും കൊടുത്തതിന് ശേഷം താൻ കഥ ഇത് കൊടുത്തിട്ട് താൻ പറഞ്ഞിരിക്കുന്നതല്ല വന്നിരിക്കുന്നതെന്ന് പറയുന്നതിൽ എവിടെയാ യുക്തിയുള്ളത്? എന്ത് യുക്തിയാ ഉള്ളത്? DC ബുക്സ് അങ്ങനെ സ്മൃതി ഒരു ആത്മകഥ എഴുതുകയാണ്. സ്മൃതി എന്ത് ചെയ്യും? 5 പേരോട് സംസാരിക്കുന്നു. ശരി, അദ്ദേഹം പറയുന്നു ഞാൻ DC-യോട് സംസാരിച്ചു, മാതൃഭൂമിയോട് സംസാരിച്ചു, അവരോട് സംസാരിച്ചു. എങ്ങനെയാ സ്മൃതി എഴുതുന്ന മുഴുവൻ ആത്മകഥയും ഇവർക്ക് കൊടുത്തിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെ എഴുതി ഒരാൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് ചോർന്നു പോകുന്നുള്ള കൃത്യമായിട്ട് അറിയില്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം എഴുതിയത് DC ബുക്സിന് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം തന്നെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇല്ലേ? പിന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കാണ്ടെങ്കിൽ DC ബുക്സ് വിശദീകരിക്കട്ടെ. അപ്പോൾ DC ബുക്സിന് വളരെ നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ ഉറപ്പാണല്ലോ ഇന്ന് രണ്ടാമതിട്ടതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രസാധനം മാറ്റിവെക്കുന്നു, പക്ഷെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് ഈ പുസ്തകം പുറത്തു വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പുസ്തകം പുറത്തു വരുന്നുള്ള DC ബുക്സിന് വളരെ ഉറപ്പോടുകൂടി പറയണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് രേഖകൾ അവരുടെ കയ്യിലുണ്ട്. DC ബുക്സിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാം, പക്ഷെ ആ ഒരു പ്രസാധക കമ്പനി അവരുടെ ഒരു മുഴുവൻ വിശ്വാസ്യതയും ഒരു പബ്ലിഷർ എന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള കുരുക്കിലേക്കും പോകുന്നൊരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഉറപ്പിച്ച് അത് തന്നെ വീണ്ടും പറയുമെന്ന് പറഞ്ഞാൽ സ്മൃതിയും ഞാനും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ മണ്ടന്മാരായിരിക്കണം. അതല്ലെങ്കിൽ അല്ല. EP ജയരാജനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, EP ജയരാജനെ സംബന്ധിച്ച് ദ പർപ്പസ് ഇസ് ഡൺ. ഇനി നാളെ എന്തു പറഞ്ഞാലും ശരി, ഇതിനകത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം വിശ്വാസ്യത ഇല്ലാതെയാക്കി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം CPM-നെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം EP ജയരാജൻ പ്രയോഗിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എവിടെ 2 അടി പിന്നോട്ട് വെക്കണം, പിന്നെ 3 അടി എപ്പോൾ മുന്നോട്ട് വെക്കണം എന്നറിയുന്ന ആളാണ് EP ജയരാജൻ. അതല്ലെങ്കിൽ അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലിരുന്നത് UDF-ന്റെ കൺവീനർ വരെ ആവില്ലല്ലോ. പിന്നെ പിണറായിയുടെ രീതിയാണ് ഉപയോഗിച്ച് കഴിയുമ്പോൾ വലിച്ചെറിയുക. അപ്പോൾ വലിച്ചെറിയുമ്പോൾ പോലും പ്രശ്നമുണ്ട്. EP ജയരാജൻ നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾക്കും CPM-ന് ഒരു പരിധി വിട്ട് EP ജയരാജനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ BJP-യുടെ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് പോലും CPM-ന് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ? EP ജയരാജൻ്റെ ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളുണ്ടേ. ഈ മുഴുവൻ രഹസ്യങ്ങൾ EP ജയരാജൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ഈ പാർട്ടിയെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന കരുത്ത് EP ജയരാജന് കിട്ടുന്നത്. അദ്ദേഹം ഈ പിണറായി വിജയന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ്.
അതുകൊണ്ട് ചെയ്യട്ടെ. നമ്മൾ പറയുമല്ലോ നമ്മുടെ കയ്യിൽ സ്മൃതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സ്മൃതി എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, എന്നാൽ സ്മൃതി ഒന്ന് കാണിക്കും, ഞാൻ കാണട്ടെ എന്നൊരു നിലപാടെടുക്കില്ലേ? ആ നിലപാടാണ് ഇ പി ജയരാജൻ എടുക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇന്ന് CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഇ പി ജയരാജൻ മാറിയിരിക്കുന്നു. പക്ഷെ ആ പ്രതിസന്ധി ഉണ്ടാക്കിയതും അതിന് കാരണക്കാരും പിണറായി വിജയൻ ഉൾപ്പെടെയാണ്. പിന്നെ പാലക്കാട് ഇതിലൊന്നും യാതൊരു സംശയമില്ല സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഞാൻ സ്മൃതി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതി ഞാൻ ചോദിക്കുകയാണ്, പി സരിൻ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണ് സ്മൃതി അടയാളപ്പെടുത്താൻ പോകുന്നത്? എന്ത് രീതിയിൽ സ്മൃതി അടയാളപ്പെടുത്തും? ഒരു വർഗീയ വിരുദ്ധ മുഖമായിട്ട് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? കോൺഗ്രസിനകത്തുള്ള ഒട്ടേറെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു, അയാൾക്കൊരു അവസരം അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഉണ്ടല്ലോ. ഞാനെന്താ പറയാ, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. കോൺഗ്രസിനകത്തുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ എല്ലാവരും നിലപാടുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്മൃതിക്ക് അങ്ങനത്തെ അഭിപ്രായമുണ്ടോ? ഇല്ല. ഈ പാർട്ടിക്കകത്ത് കുറേ അധികം ആൾക്കാർ പ്രവർത്തിക്കാൻ, പാർട്ടിയുടെ ആശയത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വരുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ കൊടുക്കും. ചിലപ്പോൾ മാനേജ്മെന്റ് സ്കിൽസ് ആയിരിക്കും, ചിലപ്പോൾ എക്സിക്യൂഷൻ സ്കിൽസ് ആയിരിക്കും, ചിലപ്പോൾ ഐഡിയോളജി ആയിരിക്കും, അതെല്ലാം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഉള്ളൊരു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നിലപാടില്ലാത്ത ഒരാൾ ആദ്യം BJP-യുടെ പഠിക്കലല്ലേ പോയത് സീറ്റിന് വേണ്ടി? BJP-യുടെ പഠിക്കൽ പോയി സീറ്റ് കിട്ടാതെ വന്നപ്പോഴല്ലേ CPM ആയത്? ഞാനൊരു കാര്യം ചോദിക്കേണ്ട സ്മൃതി, സന്ദീപ് വാര്യർ എടുത്ത നിലപാട് ഒരു 20 ദിവസം മുമ്പ് സന്ദീപ് വാര്യർ എടുത്തിരുന്നെങ്കിൽ പാലക്കാടിന്റെ CPM-ന്റെ സ്ഥാനാർത്ഥി ആരാവുമായിരുന്നു? ഒന്ന് സ്മൃതി ഒന്ന് പറഞ്ഞേ. ആക്സിഡന്റൽ കാൻഡിഡേറ്ററാണ് സരിന്റെ. 20 ദിവസം മുമ്പ് സന്ദീപ് വാര്യർ തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പി സരിൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആവുമായിരുന്നില്ല, സന്ദീപ് വാര്യർ ആയേനെ സ്ഥാനാർത്ഥി. അപ്പം ഒരു രാഷ്ട്രീയവുമില്ലാതെ പാലക്കാട് നെഗറ്റീവ് രാഷ്ട്രീയം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാൻഡിഡേറ്ററാണ് പി സരിന്റെ. അതൊരു വയ്യാവേലിയാണെന്നുള്ളത് ആ പാർട്ടിക്കകത്തുള്ള എല്ലാവരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യോഗ്യതയാണ് ഇപ്പോൾ ബി ജയരാജ് ചോദ്യം ചെയ്തത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത്. ഇല്ലേ, ഈ പി സരിൻ മത്സരിച്ചല്ലോ യൂത്ത് കോൺഗ്രസിലേക്ക്. എന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവൻ പി സരിൻ പറ്റിയില്ല, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, അത് കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാനത്തിനാണ്, പിണറായിയുടെ ഫാസിസത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയവരല്ലേ. നിങ്ങൾ കണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം നയിച്ച് അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നതും ജയിലിൽ പോകുന്നതും കണ്ടല്ലോ. പി സരിൻ അതേ കമ്മിറ്റിയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ. എന്തേ പി സരിൻ ഈ സമരത്തിലൊന്നും കണ്ടില്ല? എന്തേ പി സരിൻ ജയിലിൽ പോയില്ല? ഇല്ലേ, അപ്പൊ പുള്ളി പറഞ്ഞത് അങ്ങനെ ജയിലിൽ പോകുന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ശരി, മനസ്സിലായി, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ആ സീറ്റിൽ പരാജയപ്പെട്ടു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.